കേരളത്തിന്റെ മുക്കുമൂലകൾ ആ ശബ്ദം കൊണ്ട് പ്രകമ്പനം കൊള്ളാൻ പോവുകയാണ്. ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ അടക്കിയിരുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഇർഫാദ് കൊണ്ട് കേരളം മുഴുവൻ അതാ സർവ്വ മുസ്ലിമീങ്ങളെയും ഞങ്ങളിത് കേൾപ്പിക്കാൻ പോവുകയാണ്. എന്താണ് കേൾപ്പിക്കുന്നതെന്നോ? അള്ളാഹിനോട് ചോദിക്കാൻ നമുക്കെന്താ അധികാരമുള്ളത്? നബിയോടല്ലേ ചോദിക്കാൻ നമുക്ക് അധികാരമുള്ളൂ. നബിയോട് മാത്രമാണ് ചോദിക്കേണ്ടത്, അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ എഴുതിയത്. ആ വാദം നിങ്ങൾ പിൻവലിക്കുവോളം പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോരാട്ടത്തിന് കാര്യം കിട്ടാറില്ലേ? സുലൈമാൻ സഖാഫി ഖുർആനിൽ ആയത്ത് തിരുത്തിയിട്ട് അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടണം എന്ന് ആയത്തിന് തെറ്റായിട്ട് അർത്ഥം വെച്ചപ്പോ അത് ഇസ്ലാഹ് മാസിക പുറത്തു കൊണ്ടുവന്നില്ലേ? കേരളത്തിന്റെ മുക്കുമൂലകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടില്ലേ? സർവ്വ മുസ്ലിമീങ്ങളും അത് അറിഞ്ഞുപോയില്ലേ? നിങ്ങളെ കൊണ്ട് തിരുത്തിച്ചു, നിങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നില്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ആയത്തിലൊരു അച്ചടിപ്പശക് സംഭവിച്ചു. ഒരു സ്ഥലത്ത് ആയത്തിലും അച്ചടിപ്പശക് സംഭവിച്ചു, അർത്ഥത്തിലും അച്ചടിപ്പശക് സംഭവിച്ചു. അച്ചടിപ്പശക് അർത്ഥത്തിൽ സംഭവിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായില്ല. അള്ളാഹിനോടും റസൂലിനോടും ചോദിക്കാം, അതാ അച്ചടിപ്പശക. നിങ്ങൾ നോക്കൂ, ഈ അടിസ്ഥാനത്തിൽ ഇതേ രൂപത്തിൽ തന്നെ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഇതുവരെ ഇവർ പറഞ്ഞ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല, പ്രാർത്ഥിക്കാം. പക്ഷേ മഹത്തുക്കളോടും പ്രാർത്ഥിക്കാം. പക്ഷേ ഇപ്പൊ പറയുന്നതോടൊന്നും പറ്റില്ല, നമുക്ക് അതിന് അധികാരമല്ല. എത്രത്തോളം ആ ലേഖനത്തിൽ പിന്നെയും ഒരുപാട് അപകടങ്ങളുണ്ട്. മുഴുവൻ ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം എത്ര പവറുള്ളയാളാണ്. മൂസാ നബി അള്ളാഹിനോടൊന്ന് നേരിട്ട് ചോദിച്ചപ്പോഴേക്ക് തന്നെ അങ്ങ് ബോധരഹിതനായി വീണില്ലേ? മഹാനായ മൂസ നബിക്ക് പോലും അങ്ങനെ സംഭവിച്ചെങ്കിൽ അസ്രായീൽ എന്ന പേര് കേൾക്കുമ്പോൾ വിറവിറക്കുന്ന നമുക്ക് പിന്നെ എങ്ങനെ ചോദിക്കാനാണ്? സംഭവങ്ങളൊക്കെ അതിൽ കുറെ ഉണ്ട് സഹോദരന്മാരെ. എത്ര ഗുരുതരമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബുവത്തിനെ, ആ കാലഘട്ടത്തിലേക്കുള്ള നബുവത്തിനെ നിഷേധിച്ചതല്ലേ നമ്മൾ കാണുന്നത്? നിങ്ങൾ കേൾക്കൂ, ആ ഭാഗത്തെ പറ്റി അന്ന് വിശദീകരിച്ചപ്പോ അതിനെപ്പറ്റി